ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2023 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ബാഗ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എന്താണ് ഈ ഒരു മൂവിയിലെ വ്യത്യസ്തത എന്നല്ലേ ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഈ മൂവിയിൽ ഒരു പ്രേതമുണ്ട്. ആ ഒരു പ്രേതമാണെങ്കിൽ ഏത് സമയവും തലയില് ഒരു ചാക്ക് ഇട്ടുകൊണ്ടായിരിക്കും നടക്കുന്നത്. അതിന് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. അതിന് പുറകിലെ ആ ഒരു മിസ്റ്ററി അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മൂവി ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് ഒരു വലിയ പഴയ വീട് കാണിക്കാണ്. ആ ഒരു വീടിനകത്താണെങ്കിൽ വയസ്സായിട്ടുള്ള ഒരാൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. അങ്ങനെ കാണിക്കുമ്പോൾ വീടിന്റെ വെളിയില് ആ ഡോറിൽ വന്ന് തട്ടുന്ന ഒരു ശബ്ദം. അപ്പൊ ഈ വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഡോറിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ചെറുപ്പക്കാരൻ. ഇതാരൊക്കെയാണ്, ഇവരുടെ പേരെന്താണെന്നെല്ലാം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ അയാളെ കണ്ടതും വേറൊന്നും പറയാതെ പെട്ടെന്ന് ഡോർ തുറന്ന് അവനെ അകത്തേക്ക് കൊണ്ടുവരും. അകത്തേക്ക് വന്ന ഉടനെ അവൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവളെ കാണണമെന്നാണ് പറയുന്നത്. അപ്പോഴേക്ക് ഒരു വയസ്സായ അയാൾ പറയും, ഈ ഡോർ വഴിയെ അകത്തേക്ക് വരുന്നവരെല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്, അവളെ കാണണമെന്നുള്ളത്. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നത് ഒരിക്കലും നീ അവളെ കാണരുത്. നിന്റെ വിഷമം നീ വേറെ എവിടെയെങ്കിലും പോയി തീർക്കുക. അപ്പോഴും അവിടേക്ക് വന്ന് അവൻ പറയുന്നത് പ്ലീസ് എനിക്ക് അവളെ കണ്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അപ്പൂവൻ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവനെ അവിടെ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഇയാൾ ചെയ്യുന്നത് ഒരു ക്യാമറ എടുത്ത് ഓൺ ചെയ്ത് ഒരു വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. അതിൽ അയാൾ പറയുന്നത് എന്താണെന്നല്ലേ, ഞാൻ താമസിക്കുന്ന ഈ ഒരു വീടും ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഒരു പ്രത്യേക വാടകക്കാരനൊപ്പമാണ്. ആ ഒരു വാടകക്കാരൻ താമസിക്കുന്നത് ഈ വീടിന്റെ ബേസ്മെന്റിലാണ്. അതുമല്ലാതെ അവൾ ഈ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വസ്തുവിന്റെ പ്രമാണത്തില് എന്റെ പേരാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാനാണ് അവളുടെ രക്ഷിതാവ്. ഇതുപോലെ മറ്റാരുടെയെങ്കിലും പേര് ഈ ഒരു വസ്തുവിന്മേൽ വന്നു കഴിഞ്ഞാല് അയാളായിരിക്കും അവളുടെ രക്ഷിതാവ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, അങ്ങനെ നിങ്ങൾ ഈ ഒരു വസ്തു വാങ്ങി ഇതിന്റെ ഉടമസ്ഥനായി കഴിഞ്ഞാല് നിങ്ങൾ അവളുടെ രക്ഷിതാവായി മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയത്തില്ല. ഇവിടെ ആകെ നിലനിൽക്കുന്നത് അവൾക്കും പുറം ലോകത്തിനും ഇടയിലായിട്ട് നിൽക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് ഇത് മൊത്തമായിട്ട് നിങ്ങളുടെ ചുമതലയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അവളെ ഈ ഒരു ബേസ്മെന്റിന് പുറത്തേക്ക് കൊണ്ടുവരരുത്. കാരണം നിങ്ങൾക്കറിയില്ല അവൾ എത്രത്തോളം അപകടകാരിയാണെന്ന്. പക്ഷെ ഇന്നത്തെ രാത്രി എന്താണ് സംഭവിക്കാൻ പോകുന്നതല്ലേ, അവളുടെ ആ ഒരു ശാപം എന്നിലൂടെ അവസാനിക്കാൻ പോവാണ്. നിങ്ങൾ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ഇതിൽ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ അവിടെ വെച്ച് അവസാനിക്കുന്നത്. അടുത്തത് കാണിക്കുമ്പോൾ അയാൾ ഇപ്പോ ബേസ്മെന്റിലേക്ക് ചെന്ന് ഒരു സ്ത്രീയെ ആ ഒരു കസാരയിലേക്ക് കെട്ടിയിട്ട് അവരുടെ ചുറ്റിനും പെട്രോൾ എല്ലാം ഒഴിച്ചിട്ട് ആ ഒരു സ്ഥലം കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് അയാളുടെ ദേഹം മുഴുവൻ തീ പിടിച്ച് അയാൾ ആ ഒരു ബേസ്മെന്റിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പക്ഷെ അധിക ദൂരം അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. അലറി വിളിച്ച് അയാൾ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞു. കുറച്ചു കഴിയുമ്പോൾ അയാളുടെ ദേഹത്തെ ആ ഒരു തീയും പൂർണ്ണമായിട്ട് അണയുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ബാഗ് ഹെഡ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ഐറിസും അതേപോലെ തന്നെ അവളുടെ സുഹൃത്ത് കേറ്റി, ഇവർ രണ്ടുപേരും ഇപ്പോ ഹീറോയിൻ ഐറിസ് താമസിച്ചിരുന്ന പഴയ അപ്പാർട്ട്മെന്റിലേക്ക് ആരുടെ അനുവാദം കൂടാതെ ജനാല വഴി അകത്തേക്ക് കയറുകയാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ വാടക കൊടുക്കാത്തത് കൊണ്ട് അവൾ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് തന്റെ സാധനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവളും തന്റെ സുഹൃത്തും കൂടി ചേർന്ന് ഇപ്പൊ അകത്തേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് ബാഗെല്ലാം എടുത്ത് വെളിയിലേക്ക് നടന്നു പോവാണ്. കാരണം നമ്മുടെ ഹീറോയിന് നല്ലൊരു ജോലിയില്ല, അതേപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീടില്ല. എവിടെയെന്നറിയാതെ തന്റെ സുഹൃത്തുമായിട്ട് ഇങ്ങനെ ചുറ്റി നടക്കാണ് ചെയ്യുന്നത്. അങ്ങനെ അവൾ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഈ ഒരു നാട്ടിലേക്ക് കയറി വരണം, നിങ്ങളുടെ അച്ഛൻ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ കേറ്റി ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും എന്റെ അച്ഛൻ മരിച്ചു, ഞാൻ എന്തായാലും അവിടേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ ഒരു ഫ്ലൈറ്റ് പിടിച്ച് അവൾ നേരെ അവിടേക്ക് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഐറിസ് നേരെ മോർച്ചറിയിലേക്ക് വന്ന് തന്റെ അച്ഛന്റെ ആ ഒരു ശരീരം കാണുന്നതും ഇവിടെയാണ് കാണിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരാളെ തീ പിടിച്ച് മരിച്ചല്ലോ, അതായിരുന്നു ഐറിസിന്റെ അച്ഛൻ. അങ്ങനെ അത് കണ്ട് വിഷമിച്ചിട്ട് അവൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ഒരു വക്കീൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഹായ് ഐറിസ് അല്ലേ, ഞാനാണ് നിങ്ങളുടെ അച്ഛന്റെ വക്കീല്, നിങ്ങളുടെ പിതാവിന്റെയും പിന്നെ അതേപോലെ അധികം നടത്തുന്ന ആ ഒരു എസ്റ്റേറ്റിന്റെയും. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് എന്താണെന്ന് വെച്ചാല് അയാളുടെ സ്വത്തുക്കള് അയാളുടെ മരണശേഷം നിങ്ങളുടെ പേരിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അത് നിങ്ങളെ അറിയിക്കണം, അതേപോലെ തന്നെ ആ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയുന്നതും അടുത്ത സീനിൽ തന്നെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു വക്കീല് നമ്മുടെ ഹീറോയിനെയും കൊണ്ട് ആ ഒരു വലിയ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീടിനകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അയാൾ പറയും 400 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് നിർമ്മിച്ചത്. ഇതിന് മുന്നേ ഒരു പബ്ബായിട്ടായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം നിന്റെ അച്ഛനാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അത് കാരണം ഇത് നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ അയാൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഐറിസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ വീടിന്റെ ഓരോ ഭാഗങ്ങളും നോക്കി അവസാനം ബേസ്മെന്റിലേക്കുള്ള ആ ഒരു വഴിയുണ്ടല്ലോ അവിടേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആ ഒരു ഡോറിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. അതിന്റെ പുറകിൽ എന്താണെന്ന് അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അവൾ നടന്ന് ആ ഒരു ഡോറിനടുത്തേക്ക് ചെല്ലുന്നതും ആ ഒരു വക്കീല് പെട്ടെന്ന് പുറകെ വരികയാണ്. വന്നിട്ട് അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അന്നത്തെ ദിവസം അവളോട് ആ ഒരു വീട്ടിൽ തന്നെ നിൽക്കാൻ പറയാണ്.
അങ്ങനെ അന്നത്തെ രാത്രി ഐറിസ് ആ ഒരു വീട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങും. എന്നിട്ട് രാത്രിയിൽ തന്റെ സുഹൃത്തിനെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് വെളിയിൽ ഒരു അലാറ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ഈ രാത്രിയിൽ ഇതാരാണ് എന്നറിയാൻ കഴിയാതെ ഐറിസ് തന്റെ ഫോൺ എടുത്തിട്ട് അതിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് നേരെ താഴേക്ക് വരും. താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും കാണാനില്ല. അവള് ചോദിക്കുന്നുണ്ട്, ഹേയ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആരും അങ്ങനെ പ്രതികരിക്കുന്നില്ല. ഒരുപക്ഷെ ബേസ്മെന്റിലുള്ള ആ ഒരു ഭാഗത്ത് നിന്നാണോ ശബ്ദം എന്നറിയാൻ വേണ്ടി അവൾ ആ ഒരു ഭാഗത്തേക്ക് നടന്നു വരും. അങ്ങനെ അവിടേക്ക് വന്നിട്ട് അവൾ ആ ഒരു ഡോറിനടുത്തേക്ക് ചെവി വെച്ചിട്ട് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് ഈ ബേസ്മെന്റിനുള്ളില് മറ്റൊരു വലിയ ചുമരുണ്ട്. ആ ഒരു ചുമരിലാണെങ്കിൽ ഒരു വലിയ ഹോളും. അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ആ ഒരു ഹോളിൽ നിന്നും ആരും ഇവളെ ശ്രദ്ധിക്കുന്നത് പോലെ ഈ വീടിന്റെ ഹോളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ പെട്ടെന്ന് അവിടേക്ക് വന്ന് അവിടെ എല്ലാം ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരുത്തനെ കണ്ട് പേടിച്ചു പോകുന്നത്. സ്റ്റാർട്ടിംഗ് സീനിൽ ഇവനെ നമ്മൾ കണ്ടിരുന്ന ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ഒരു സ്ത്രീയോട് സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ, അവനാണിത്. അപ്പൊ ഇവന്റെ പേര് നീല എന്നാണ്. അങ്ങനെ ഇവനെ കാണുന്നതും ഹീറോയിൻ പെട്ടെന്ന് ഒരു മദ്യ കുപ്പി എടുത്തിട്ട്, ഹേയ് എന്റെ അടുത്തേക്ക് വരരുത് പ്ലീസ്, നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല, നീ എന്തിനാ ഇതിനകത്തേക്ക് കയറിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിങ്ങളാണോ ഇതിന്റെ പുതിയ ഉടമ, എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല ആരെ കാണണമെന്ന്. നിങ്ങൾ പറയുന്നത് പോലെ ഒരു സ്ത്രീ ഇവിടെ ഇല്ല എന്ന് അവൾ പറയുമ്പോൾ അവൻ പറയും, പ്ലീസ് എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി, ദേ ഇത് $2000 ഉണ്ട് എന്ന് പറഞ്ഞ് അവളുടെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ പണം കാണുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, അല്ല ഇത് എന്തിനു വേണ്ടിയാ നിങ്ങൾ എനിക്ക് തരുന്നേ? ബേസ്മെന്റിലെ ആ ഒരു സ്ത്രീക്ക് വേണ്ടി. പ്ലീസ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് എന്റെ ഭാര്യ ഒന്നുകൂടി കാണണം എന്നെല്ലാം അവൻ മനസ്സിലാകാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അവൾ പറയും, നിങ്ങളുടെ ഭാര്യ ഒന്നും ഇവിടെ ഇല്ല, നിങ്ങൾ ചിലപ്പോൾ സ്ഥലം മാറിയതായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും കുറച്ചുകൂടി പണം എടുത്ത് അതിന് മുകളിലേക്ക് വെക്കും. എന്നിട്ട് പറയും, നിങ്ങൾ എനിക്ക് ആ ഒരു ബേസ്മെന്റ് ഒന്ന് തുറന്നു തന്നാൽ മതി എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, സോറി എന്റെ കയ്യിൽ കീ ഇല്ല, നിങ്ങൾ നാളെ ഇതേ സമയത്ത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ബേസ്മെന്റ് തുറന്നു തരാം എന്ന് പറയുമ്പോൾ അവന് പെട്ടെന്ന് സന്തോഷമായിട്ട്, ഓക്കെ ശരി ശരി അത് മാത്രം മതി, ഞാൻ നാളെ തന്നെ വരാമെന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇതുവരെയും മനസ്സിലായിട്ടില്ല ആ ഒരു ബേസ്മെന്റിനുള്ളിൽ എന്താണുള്ളതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ നേരെ ആ ഒരു വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും ആ ഒരു വക്കീല് പറഞ്ഞതുപോലെ തന്നെ അവളുടെ അച്ഛൻ എടുത്തു വെച്ചിരുന്ന 1-2 ഫോട്ടോസും ഫയൽസും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇനി ഈ ഒരു വലിയ വീട് സ്ഥലവും അവളുടെ പേരിലാക്കാൻ വേണ്ടി അതിന്റെ ഒരു പഴയ പേപ്പർ ഉണ്ട്, അതില് അവളെ കൊണ്ട് സൈനും ചെയ്യുകയാണ്. കൂടാതെ അവളുടെ കയ്യിൽ മറ്റൊരു കാര്യം കൂടി കൊടുക്കുന്നുണ്ട്, അതൊരു കാസറ്റ് ആണ്. എന്നിട്ട് പറയും, ഇത് നിന്റെ അച്ഛൻ നിന്റെ കയ്യിൽ തരാനായിട്ട് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ ആ ഒരു കാസറ്റും അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു കാസറ്റും എടുത്തു വെച്ച് രാത്രിയിലെ വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്താണ് അവളുടെ സുഹൃത്ത് കേറ്റി ഇവിടേക്ക് വരുന്നത്. അങ്ങനെ കേറ്റി വന്ന ഉടനെ നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാല്, അപ്പൊ നീ ഈ ഒരു പേപ്പറിൽ സൈൻ ചെയ്തല്ലേ, അതേപോലെ തന്നെ ആരെന്ന് പോലും അറിയാത്ത ഒരാളെ ഇന്ന് രാത്രി ഈ വീട്ടിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തിരിക്കുന്നു, അല്ല നിനക്കിപ്പോ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, കേറ്റി ഇതല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല, കാരണം ഞാൻ ആ ഒരു സിറ്റിയിൽ താമസിക്കുമ്പോൾ എനിക്ക് കിടക്കാൻ സ്ഥലമില്ല, ഓരോ ദിവസവും പലയിടങ്ങളിലായിട്ട് ഒളിച്ചു ജീവിക്കേണ്ട അവസ്ഥയാണുള്ളത്, അതിനെക്കാട്ടി ബെറ്റർ ആണിത്, കുറച്ചു നാളത്തേക്ക് ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലം വേറെ ആർക്കെങ്കിലും വിറ്റിട്ട് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം കേറ്റിയോട് പറയുന്നതും ഒക്കെ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയിൻ പറഞ്ഞത് ശരിയാണ്. കാരണം അവൾക്ക് അങ്ങനെ വേറെ പറയാനായിട്ട് ആരുമില്ല, കയ്യിൽ പണമില്ല. ഈ ഒരു അവസ്ഥയിൽ ഹീറോയിൻ എന്തായാലും ഈ ഒരു വീട് നല്ലതുപോലെ യൂസ് ചെയ്യാം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നതും നീല എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ വരാനുള്ള സമയമായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ഇവിടേക്ക് വരുന്നതും ഹീറോയിൻ ആ ഒരു ബേസ്മെന്റിന്റെ കീ കണ്ടുപിടിച്ചിട്ട് അവനെ കൂട്ടി ഇവര് 3 പേര് ആ ഒരു ബേസ്മെന്റിന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു ബേസ്മെന്റിന്റെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. അതുമല്ല നീല എന്ന് പറയുന്നവനാണെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ 3 പേര് താഴേക്ക് വന്ന് അവിടെയുള്ള ലൈറ്റ് എല്ലാം ഓൺ ചെയ്യുന്നതും അതിനുള്ളിലായിട്ട് 2 കസേര ഇങ്ങനെ കിടക്കൊണ്ട് ഇതെന്തിനാണെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ നീൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവന്റെ കയ്യിലുള്ള ആ ഒരു റാന്തലം പിടിച്ച് ഈ ഒരു ബേസ്മെന്റിൽ തന്നെ ഒരു വലിയ ചുമരുണ്ടായിരുന്നല്ലോ, ആ ഒരു ചുമരിലാണെങ്കിൽ വലിയൊരു ഹോളും, ആ ഒരു ഹോളിനടുത്തേക്ക് വന്നിട്ട്, ഹേയ് നീ അവിടെ ഉണ്ടെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി വരണം എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയിനും കേറ്റി നോക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഇവര് കളിയാക്കിയിട്ട് അതിനകത്തൊന്നുമില്ല, ഇതേതോ ചീഞ്ഞടഞ്ഞൊരു സ്ഥലമാണ് എന്നെല്ലാം പറയുന്നു. കാരണം ഒരുപാട് നേരമായിട്ട് അതിനകത്ത് നിന്ന് ആരും വരുന്നില്ല. അപ്പോഴേക്കും കേറ്റി പറയും, ശരി ഞാനൊന്ന് പുറയിലേക്ക് നിൽക്കാന്ന് പറഞ്ഞിട്ട് അവള് പുറയിലേക്ക് നടന്നു പോകുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ചുമരിനുള്ളിൽ നിന്നും ഒരു കൈ വന്നിങ്ങനെ പിടിക്കുന്നതും ആഹാ കാണിക്കുമ്പോഴത്തേക്കും പ്രത്യേക രീതിയിൽ ഒരു ശബ്ദം ഉണ്ടാക്കി തലയിലാണെങ്കിൽ ഒരു ചാക്ക് മൂടിയിട്ട് ഒരു സ്ത്രീയുടെ രൂപം വെളിയിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. അതിന് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ചാക്കില് ഒരു ചെറിയ ഹോള് മാത്രം ഇട്ടിട്ടുണ്ട്. ആ ഒരു ഒറ്റ ഹോളിലൂടെയാണ് അതെല്ലാവരെയും കാണുന്നത്. എന്നിട്ട് നടന്നു വരുമ്പോഴത്തേക്കും കേറ്റി പറയുന്നുണ്ട്, ഐറിസ് ബാ ബാ നമുക്ക് മുകളിലേക്ക് പോവാം, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ടെന്ന് പറയുന്നതും ഐറിസ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ആ ഒരു സ്ത്രീ ആണെങ്കിലും നടന്ന് ഐറിസിന്റെ അടുത്തേക്ക് വരുന്നു അവളെ തൊടാൻ വേണ്ടിയിട്ട്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കേറ്റി ആണെങ്കിൽ ഒരു വടി എടുത്തിട്ട്, ഹേയ് അവളുടെ അടുത്തേക്ക് വരരുത്, വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അടിക്കും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇത് അടുത്തേക്ക് തന്നെ നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് പറയും, എന്റെ അടുത്തേക്ക് വരരുത്, എന്നെ തൊടരുത് എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്ത്രീ ഇപ്പൊ അനുസരിക്കുകയാണ്. കാരണം ഹീറോയിനെ തൊടുന്നതുമില്ല അവളുടെ അടുത്തേക്ക് വരുന്നതുമില്ല. എന്നിട്ട് ഹീറോയിൻ പറയും, പ്ലീസ് നീ പുറകിലേക്ക് പോ എന്നിങ്ങനെ പറയുമ്പോൾ ഇത് അതേപോലെ അനുസരിക്കുന്നതും നീല് പറയും, ഹേയ് അവൾ നിന്നെ അനുസരിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവളോട് ആ ഒരു കസേരയിൽ ഇരിക്കാൻ പറയും എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, നീ പോയി ആ ഒരു ചെയറിലേക്ക് ഇരിക്കുക എന്നിങ്ങനെ പറയുന്നതും ആ ഒരു സ്ത്രീ ആണെങ്കിലും വന്നിട്ട് ചെയറിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ സത്യത്തിൽ നമ്മുടെ ഹീറോയിന്
ഹീറോയിനും കേറ്റിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്ന പോലും അറിയത്തില്ല. പക്ഷെ നീലിന് ഇത് മുന്നേ അറിയാവുന്നത് പോലെ അവൻ നേരെ ആ ഒരു സ്ത്രീയുടെ മുന്നിലേക്ക് വന്നിരുന്നിട്ട് എനിക്ക് എന്റെ ഭാര്യയെ കാണണം, എനിക്ക് എന്റെ ഭാര്യയോട് സംസാരിക്കണം, നിനക്ക് അതിന് കഴിയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നതും അതൊരു പ്രത്യേക രീതിയിൽ തല ഇങ്ങനെ ആട്ടും. അപ്പോഴേക്കും അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവൻ കൊണ്ടുവന്നൊരു മോതിരമുണ്ട്. ആ ഒരു മോതിരം എടുത്ത് ഈ ഒരു സ്ത്രീയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നതും ആ സ്ത്രീ എന്താ ചെയ്യുന്ന വെച്ചാൽ കുറച്ചു നേരം അത് നോക്കി പതി ആ ഒരു മോതിരം എടുത്ത് വായിലേക്ക് അങ്ങ് വെക്കും. എന്നിട്ടാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സംഭവിക്കുന്നത്. അത്രയും നേരം ചുക്കി ചുളുങ്ങി ഒരു വല്ലാത്ത അവസ്ഥയിലിരുന്ന ആ ഒരു സ്ത്രീയുടെ ശരീരം പതിയെ ഇപ്പം മാറാൻ തുടങ്ങുന്നു. ഇത് കാണുന്നതും നമ്മുടെ നീല് പെട്ടെന്ന് ഹേയ് ഇത് സത്യമാണ് എന്നെല്ലാം പറഞ്ഞ് ആ സ്ത്രീയുടെ തലയിലുള്ള ചാക്കുണ്ടല്ലോ അതെടുത്ത് മാറ്റുമ്പോഴത്തേക്കും ഇവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. അവന്റെ ഭാര്യയാണെന്നും പറഞ്ഞിട്ടാണ് അവൻ ചാക്കെടുത്ത് മാറ്റുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്നത് അവന്റെ അമ്മയായിരുന്നു. അപ്പൊ അവൻ പറയും ഇല്ല ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, ഇത് തെറ്റിപ്പോയി എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവന്റെ അമ്മ പെട്ടെന്ന് അവനോട് സംസാരിക്കാൻ തുടങ്ങും. ഹേയ് ഇത് ചാൾസ് അല്ല, നീ നീലാണ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോ നീല് പെട്ടെന്ന് പറയും ഇല്ലമ്മ നിങ്ങൾ മരിച്ചുപോയി, 20 വർഷമായി നിങ്ങൾ മരിച്ചിട്ട്, എന്തിനമ്മ നിങ്ങൾ എന്നോട് ഈ ഒരു കാര്യം ചെയ്തത്, ബാത്ത് ടബിൽ നിങ്ങൾ മരിച്ചു കിടക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അവന്റെ അമ്മ പറയും ഇല്ലില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയും. അപ്പോ നീല് പറയും ഇല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇപ്പൊ അറിയണം, അന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ എനിക്ക് ഇപ്പോ നിങ്ങളോട് സംസാരിക്കാം, പറയ് നിങ്ങൾ എന്തുകൊണ്ടാണ് മരിച്ചതെന്നല്ല ഇങ്ങനെ ചോദിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നീലിന്റെ അമ്മ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അതിന് കാരണം എന്താണെന്ന് അവന് പോലും അറിയത്തില്ല. കുട്ടിക്കാലത്ത് അവന്റെ അമ്മ മരിച്ചതിന് ശേഷം അവൻ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. ആ ഒരു കാര്യമാണ് നീൽ ഇപ്പൊ അവന്റെ അമ്മയോട് ചോദിക്കുന്നത്. അപ്പൊ അവരമ്മ ആദ്യം കരഞ്ഞിട്ട് പെട്ടെന്ന് അവരുടെ സ്വഭാവമെല്ലാം മാറി അവര് പെട്ടെന്ന് പറയാൻ തുടങ്ങും അതേ സത്യം തന്നെയാണ്, ഞാൻ ആത്മഹത്യ ചെയ്തു തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, എനിക്കൊരിക്കലും ഒരു അമ്മയാവാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മരിക്കാനായിട്ട് തീരുമാനിച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവര് പറയും നീ കുട്ടിക്കാലത്ത് എനിക്കൊരു ഉമ്മ പോലും തന്നിട്ടില്ല, പക്ഷേ ഇപ്പൊ അതിനുള്ള സമയമാണ്, എനിക്കൊരു ഉമ്മ താന്നും പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് തല ഇങ്ങനെ നീട്ടുന്നു. അതും കാണിക്കുമ്പോഴത്തേക്ക് അവരുടെ തല പതിയെ നീണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നതും ഇവരെല്ലാവരും നല്ല രീതിയിൽ പേടിച്ചു പോയി. എന്നിട്ട് എല്ലാവരും പേടിച്ചിട്ട് അങ്ങനെ എല്ലാവരും പുറയിലേക്ക് ഓടി വന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീ അവിടെ ആ ഒരു കസേരയിൽ കാണാനില്ല. അങ്ങനെ എവിടെ പോയെന്നറിയാതെ എല്ലാവരും ചുറ്റിനിങ്ങനെ നോക്കുന്നു. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു റൂമിന് മുകളിൽ നിന്നും നീലിന്റെ മുകളിലേക്ക് ചാടി വീണ ആ ഒരു സ്ത്രീ നീലിനെ ഉമ്മ വയ്ക്കാൻ ശ്രമിക്കണം. എന്നിട്ട് പെട്ടെന്ന് അവരുടെ വാ തുറക്കുന്നതും എന്തൊക്കെയോ അഴുക്ക് സാധനങ്ങൾ ഒരുപാട് അവന്റെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് വീഴുന്നതും നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇത് കണ്ടിട്ട് ഓടി വന്ന് ആ ഒരു ചാക്കെടുത്ത് അവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കും. അതേസമയം തന്നെ നമ്മുടെ നീല് കൊടുത്ത ആ ഒരു മോതിരമാണെങ്കിലും അവർ വെളിയിലേക്ക് തുപ്പിയിടുന്നു. എന്നിട്ട് അവര് പതിയെ ആ ഒരു വലിയ ചുമരുണ്ടല്ലോ അവർ ഇറങ്ങി വന്ന ആ ഒരു ചുമരിനുള്ളിലേക്ക് തന്നെ കയറി പോകുന്നതിന് മുന്നേ നമ്മുടെ ഹീറോയിനെ നല്ലതുപോലെ ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് നീലിനെ നല്ലതുപോലെ വഴക്കുറയും. അതിനകത്ത് എന്താണെന്ന് പോലും അറിയത്തില്ല, ഇത്രയും വലിയ കാര്യങ്ങൾ അതിനകത്ത് നടക്കുമെന്ന് പോലും അറിയാതെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് നീലിനെ അവിടെ നിന്ന് പറഞ്ഞുവിടാണ്. അപ്പോഴേക്കും നീല് പറയും പ്ലീസ് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം, ഇതെന്തായാലും പ്രവർത്തിച്ചു, അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യയോട് സംസാരിക്കണം, പക്ഷെ ഞാൻ അവൾക്ക് വേറെ എടുത്തുകൊണ്ട് വന്നത് മാറിപ്പോയി, ആ ഒരു മോതിരം അതെന്റെ അമ്മയുടേതായിരുന്നു, അടുത്ത തവണ എനിക്ക് എന്റെ ഭാര്യയോട് സംസാരിക്കണം, കാരണം അവൾ മരിച്ചുപോയി, എനിക്ക് അവളോട് അവസാനമായിട്ട് ഒരു തവണ ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി പണം എടുത്ത് വെക്കും. എന്നിട്ട് പറയും പണം എനിക്കൊരു വിഷയമല്ല എന്നും പറഞ്ഞ് അവൻ കുറച്ച് പണം എടുത്ത് അവിടെ വെച്ച് നേരെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും അതിനുശേഷമാണ് നമ്മുടെ ഹീറോയിന് കേറ്റിയും അവളുടെ അച്ഛൻ കൊടുത്ത ആ ഒരു കാസറ്റ് ഉണ്ടല്ലോ അത് പ്ലേ ചെയ്ത് ഇങ്ങനെ കാണുന്നത്. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിലെ ആ ഒരു വയസ്സായിട്ടുള്ള ഒരാള് അയാൾ റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോ. അപ്പോഴാണ് സത്യത്തിൽ ഈ ഒരു വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതും കാണുന്നത് നമുക്കും അതേപോലെ തന്നെ ഹീറോയിനും മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാല് ആ ഒരു ചുമരിനുള്ളിൽ താമസിക്കുന്ന ആ ഒരു സ്ത്രീ അതൊരു ശാപം കെട്ടിയ സ്ത്രീയുടെ പ്രേതമാണ്. പക്ഷെ ആ ഒരു സ്ത്രീക്ക് ഒരിക്കലും ഹീറോയിനെ ഉപദ്രവിക്കാൻ കഴിയത്തില്ല, കാരണം ആ ചുമരിന് ഇപ്പുറം നിൽക്കുന്നത് വരെയും ഹീറോയിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതേപോലെ തന്നെ ഹീറോയിൻ ആണല്ലോ ഇപ്പൊ ഈ ഒരു വീടിന്റെ അവകാശമുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു വീട് അത് ആരുടെ പേരിലാണോ ഉള്ളത് അയാളെയും ആ ഒരു സ്ത്രീക്ക് ഉപദ്രവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഹീറോയിനെ ആ ഒരു ഗോസ്റ്റിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ ആ ഒരു ഗോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ആ ഒരു ഗോസ്റ്റിന് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, അതും വെറും 2 നിമിഷത്തേക്ക് മാത്രം. ആ 2 നിമിഷം മരിച്ചവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. 2 നിമിഷം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നീട് അത് സാധിക്കത്തില്ല. അതുമല്ലാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആ ഒരു ഗോസ്റ്റിനെ വെച്ച് ഈ ഒരു കാര്യം ചെയ്യരുതെന്നാണ് ഹീറോയിന്റെ അച്ഛൻ പറയുന്നത്. പക്ഷേ ഇവർ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ലേറ്റ് ആയിപ്പോയി, അതിനു മുന്നേ ഇവർ ആ ഒരു കാര്യം ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഇങ്ങനെ ആ ഒരു ഗോസ്റ്റിനെ വെച്ച് ഇതുപോലെ മരിച്ചവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരോട് സംസാരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഗോസ്റ്റ് പതിയെ ഈ ഒരു വീട് ആരുടെ പേരിലാണോ അയാളിലേക്ക് ആകർഷിക്കപ്പെടും, അയാളുടെ തലയിലുള്ളിലേക്ക് കയറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു ഗോസ്റ്റിന് വേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു ബേസ്മെന്റിൽ നിന്നുള്ള മോചനമാണ്. അതിനുവേണ്ടി ആ ഒരു ഗോസ്റ്റ് പല കാര്യങ്ങളും നമ്മുടെ തലയ്ക്കുള്ളിൽ ചെയ്യും, പക്ഷെ നമ്മൾ അതിൽ വീണ് പോരുത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ വീടിന്റെ ഇപ്പോഴത്തെ അവകാശി ആരാണോ അയാൾ പറയുന്നത് മാത്രമേ ആ ഒരു ഗോസ്റ്റ് കേൾക്കത്തുള്ളൂ. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതേപോലെ തന്നെ ഹീറോയിന്റെ അച്ഛൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ആ ഒരു ഗോസ്റ്റിനെ വെച്ച് വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതുമല്ല ഇതിൽ നിന്ന് നിനക്ക് ഒരിക്കലും എവിടേക്ക് ഓടി രക്ഷപ്പെടാനും കഴിയത്തില്ല, കാരണം നീ ഈ ഒരു വീട് വിട്ട് എവിടേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഒന്നുകിൽ എന്തെങ്കിലും ഒരു അപകടം, ഇല്ലാന്നുണ്ടെങ്കിൽ അസുഖങ്ങള്, ഇതെല്ലാം നിനക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിനക്ക് ഈ ഒരു ഗോസ്റ്റിനെ വിട്ട് രക്ഷപ്പെട്ട് പോകാനും കഴിയത്തില്ല.
അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഹീറോയിന്റെ അച്ഛൻ അവസാനമായിട്ടും ഈ വീട് ഉൾപ്പെടെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ അതിൽ അവളുടെ അച്ഛൻ മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവർ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതും ഈ ഒരു വീഡിയോ കാണാനായിട്ട് എന്തായാലും ഇവർ ലേറ്റ് ആയി പോയി. കാരണം പകുതി കാര്യങ്ങളും ഇവരിപ്പോ ചെയ്ത് കഴിഞ്ഞു. അപ്പോ കേറ്റി പറയും, ശരി ഇനി നമുക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, പോവാന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാല്, നീലിനാണെങ്കിൽ ഒരുപാട് പണമുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞ ആ ഒരു കാര്യം അവന്റെ ഭാര്യയോട് ഒരു തവണ കൂടി സംസാരിച്ചിട്ട് നമുക്ക് ഈ ഒരു കാര്യം എന്തായാലും നിർത്താം. അതുമല്ല അവനാണെങ്കിൽ എനിക്ക് എത്ര വേണമെങ്കിലും പണവും തരും. ആ ഒരു പണവും വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാന്നാണ് അവളിപ്പോ പറയുന്നത്. പക്ഷെ ഹീറോയിൻ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അത് തെറ്റാണെന്ന് നമുക്ക് മാത്രമല്ല അറിയൂ. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവള് പറയുന്ന കാര്യങ്ങൾ എന്തായാലും ആ ഒരു ഗോസ്റ്റ് കേൾക്കുമല്ലോ. അതിനു വേണ്ടിയിട്ട് അവൾ ആ ഒരു ബേസ്മെന്റിന്റെ പടിയില് നിങ്ങൾ ഈ ഒരു റൂം വിട്ട് വെളിയിലേക്ക് പോകരുത് എന്നിങ്ങനെ എഴുതി വെച്ചേക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഹീറോയിൻ പറയുന്നത് എന്തായാലും അതിനനുസരിക്കാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ നേരെ നീലിനെ കാണാനായിട്ട് പോവാണ്. എന്തിനാണെന്ന് വെച്ചാല് അവന്റെ കയ്യിൽ നിന്ന് പണം കിട്ടും. അതുകൊണ്ട് ഒരു തവണ കൂടി അവന് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവനോട് ചെന്നിട്ട് ഇനി എന്തിനാണ് നിനക്ക് നിന്റെ ഭാര്യയെ കാണേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവന്റെ ഭാര്യ മരിക്കുന്ന സമയത്ത് അവളുടെ ഒരു യാത്ര പോലും പറയാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. എനിക്ക് ആ ഒരു യാത്ര അവസാനമായിട്ട് ഒരു തവണ കൂടി പറയണം എന്നാണ് നീല് പറയുന്നത്. അതേസമയം നമ്മുടെ കേറ്റി ആണെങ്കിൽ ആ റൂമിനകത്തുള്ള ആ ഒരു സ്ത്രീ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു ഗ്യാസ് സിലിണ്ടർ ആ റൂമിനടുത്തേക്ക് കൊണ്ടുവച്ചിട്ട് തിരിച്ച് നടന്നു വരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോട്ടോ താഴേക്ക് വീണ് പൊട്ടുന്നത്. അവൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിന്റെ പുറകിൽ നോക്കുമ്പോൾ ഒരാളുടെ പേരും വർഷമെല്ലാം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് കാണുന്നതും ശരി ഇത് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് അറിയാൻ വേണ്ടി അവൾ ആ ഒരു പേര് നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും. അപ്പൊ ആ ഒരു ഫോട്ടോയിലുള്ള ഒരാളെയാണ് അതിന് കാണിക്കുന്നത്. അങ്ങനെ അത് അവൾ കണ്ടിട്ട് പെട്ടെന്ന് ലാപ്ടോപ്പ് അടച്ചു വെക്കുന്നതും അവളുടെ മുന്നിലായിട്ട് ആ ഒരാൾ വന്നിങ്ങനെ ഇരിക്കുന്നതും ഒരു നിമിഷം സത്യം പറഞ്ഞാൽ അവൾ നല്ല രീതിയിൽ പേടിച്ചു പോകും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പൊ ഇവര് വീണ്ടും ആ ഒരു കാര്യം ചെയ്യാണ്. നേരെ ഒരു ബേസ്മെന്റിലേക്ക് വന്ന് വീണ്ടും ആ ഒരു പ്രേതത്തെ വിളിച്ചു വരുത്താണ്. അങ്ങനെ ആ ഒരു കസേരയിലേക്ക് ഇരുത്തിയതിനു ശേഷം ഈ 2 മിനിറ്റിന് വേണ്ടിയിട്ടുള്ള ടൈമർ സെറ്റ് ചെയ്ത് ഇത്തവണ അവന്റെ ഭാര്യയുടെ തന്നെ ഒരു കാര്യം ഒരു ചെയിൻ ആണെന്ന് തോന്നുന്നു അതെടുത്ത് ആ ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരതെടുത്ത് വായിൽ വെക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നീലിന്റെ ഭാര്യ ഇപ്പൊ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പൊ നീലിന്റെ ഭാര്യയുടെ പേര് സാറ എന്നാണ്. സാറ തിരിച്ചു വന്നതിന് ശേഷം അവൾക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. അപ്പൊ നീല് പറയും, സാറ ഇത് നീയാണല്ലേ? ശരി സാറ ഞാൻ പറയുന്നതിലേക്ക് നീ മരിച്ചുപോയി. പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. നിനക്കതറിയോ? എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ സാറ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവൾ എന്തോ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അവൾക്ക് പെട്ടെന്ന് അവളുടെ മുന്നിൽ ഇരുട്ടായതുപോലെയും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ല. അതുപോലെ കാർ ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. റോഡിലെ വെളിച്ചങ്ങളെല്ലാം പതിയെ പതിയെ അണയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് സാറ് നല്ല രീതിയിൽ പേടിച്ച് കരയാണ്. കാരണം അവളിപ്പോ ജീവിച്ചിരിക്കുകയാണോ മരിച്ചതാണോ എന്ന് അവൾക്കറിയത്തില്ല. അപ്പോഴേക്കും ഹീറോയിൻ പറയുന്നുണ്ട് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും നീല് പറയും, സാറ നിനക്ക് എന്താ സംഭവിച്ചെന്നറിയോ? നീ നമ്മുടെ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആക്സിഡന്റ് പറ്റി, അങ്ങനെയാണ് നീ മരിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ട് നീല് പറയും, സാറാ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, എനിക്കറിയാം, ഞാൻ നിനക്ക് നല്ലൊരു ഭർത്താവല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയണം എന്ന് പറഞ്ഞിട്ട് നീലിന്റെ മുഖം മൊത്തം മാറുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നീ ആരെയാണ് കാണുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും സാർ അറിയും, അല്ല നീൽ നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, നീ മറ്റൊരാളെ കാണാൻ പോകുന്നുണ്ടായിരുന്നു, അതാരാണെന്ന് എനിക്ക് അറിയണം, അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നെല്ലാം നീല് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇനി 5 സെക്കൻഡ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ സാറ ഈ പുറകിൽ നിന്ന് വിളിച്ചു പറയാണ്. അതേസമയം സാറയ്ക്ക് സംഭവിച്ച ആ ഒരു ആക്സിഡന്റ് കാര്യം അതിപ്പോ അവളുടെ പുറകിൽ സംഭവിക്കുന്നത് പോലെ ഇവർക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 5 സെക്കൻഡ് കഴിയുന്നതും പെട്ടെന്ന് ആ ഒരു ഗോസ്റ്റ് ആയിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ അവര് വീണ്ടും തിരിച്ചു വന്നിട്ട് നീലിനോട് പറയും അതാരാണെന്ന് പറയാൻ എന്നെ കൊണ്ട് ഇപ്പൊ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നു. ഹീറോയിൻ ആണെങ്കിൽ പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹേയ് എന്ത് സംഭവിച്ചതെന്ന് ചോദിക്കുന്നതും അത് ഞാനല്ല എന്നെല്ലാം പറഞ്ഞു. പെട്ടെന്ന് ഹീറോയിന്റെ മുകളിലേക്ക് ചാടി വീണ് അവളുടെ കഴുത്ത് പിടിച്ചിട്ട് ഞെരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പെട്ടെന്ന് പറയുന്നത് ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് മാറ്, ഇപ്പൊ തന്നെ എന്നെ വിട്ട് മാറിപ്പോയിക്കോ, ഞാൻ നിങ്ങളുടെ രക്ഷാധികാരിയാണ്, ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നത്. ആ ഒരു ഗോസ്റ്റ് ഹീറോയിന്റെ പിടിവിട്ട് മാറി പോകുമ്പോഴത്തേക്കാണ് പറയുന്നത് ഇല്ല എറിസ് ഒരിക്കലുമില്ല, നമ്മൾ രണ്ടുപേരും ഈ ഒരു വീട്ടിലെ തടവുകാരാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഗോസ്റ്റ് അകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐറിസിനാണെങ്കിൽ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം നീലിനോട്. കാരണം അവൻ അറിയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അവന്റെ ഭാര്യ മരിക്കുന്നതിന് മുന്നേ അവൾക്ക് മറ്റൊരാളുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നീല് അവന്റെ ഭാര്യയോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് തന്നെ. അപ്പൊ നമ്മുടെ ഹീറോയിനായാലും പറയും ഇനി എന്നെ കൊണ്ട് കഴിയത്തില്ല സോറി എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. എന്നിട്ട് അവളുടെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ അച്ഛൻ സത്യം പറഞ്ഞാല് എങ്ങനെയാണ് അവസാനമായിട്ട് മരിച്ചതെന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ അവസാനമായിട്ടും ഹീറോയിന്റെ അമ്മയാണെങ്കിലും മരിച്ചുപോയി. അതുകൊണ്ട് തന്റെ ഭാര്യ അവസാനമായിട്ട് ഒരു തവണ എന്ന് കാണാന്നുള്ള രീതിയിൽ അയാൾ ആ ഒരു ഗോസ്റ്റിനോട് പറഞ്ഞ് അയാളുടെ ഭാര്യയോട് അവസാനമായിട്ട് സംസാരിക്കും. അതുമല്ല അയാൾ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് വന്നതിന് ശേഷം ഇതുപോലെ ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം സത്യം പറഞ്ഞാൽ അയാൾക്ക് ഈ ഒരു ബിൽഡിംഗ് വിട്ട് എവിടേക്കും പോകാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ
ഒന്നുകിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരികയോ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അയാളുടെ ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അത് സഹിക്കാൻ കഴിയാതെയാണ് അയാൾ ഈ ഒരു വീട് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് മരിക്കാമെന്ന് തീരുമാനിച്ചതും അവസാനം അയാൾ മരണപ്പെടുന്നതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഹീറോയിൻ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി നേരെ കേറ്റിയുടെ മുറിയിലേക്ക് വരുമ്പോഴത്തേക്കും അവളെ അവിടെ കാണാനില്ല. അതുപോലെ ഈ ബേസ്മെന്റിലേക്ക് അവൾ പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ നേരെ ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കാണ് ഇപ്പൊ അവളുടെ അച്ഛനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹീറോയിനെ കണ്ട ഉടനെ അവളുടെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത്, ഇവിടെ നിന്ന് ഓടി പോകാനായിട്ടാണ് പറയുന്നത്. എന്നിട്ട് അയാള് ആ ഒരു ചുമരിനുള്ളിലേക്ക് കയറി പോകാനായിട്ട് വരുമ്പോ ഹീറോയിൻ പുറകെ തന്നെ ചെന്നിട്ട് തടഞ്ഞു നിർത്തി അച്ഛൻ നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ തിരിഞ്ഞു നിന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ പേടി അവൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയും, അതുകൊണ്ട് ഒരിക്കലും അവളെ പേടിക്കരുത് എന്ന് പറയുന്നതും അയാളുടെ മുഖത്തിൽ ആ സ്കിന്ന് ഇളകിയിരിക്കുന്നു. ഹീറോയിൻ പറയാ അച്ഛാ മുഖത്തിന് എന്തോ സംഭവിച്ചോ എന്ന് ഇങ്ങനെ പറയുന്നതും അയാളെ പതിയെ അത് വലിച്ചിളക്കാൻ തുടങ്ങും. ഇത് കാണുന്നത് ഹീറോയെ പേടിച്ചിട്ട് അച്ഛാ നിങ്ങൾ എന്താ ചെയ്യുന്നത്, സ്വയം ഉപദ്രവിക്കുകയാണെന്നുള്ള ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് മുഖമെല്ലാം ഇങ്ങനെ വലിച്ചു കീറി മാറ്റുമ്പോഴത്തേക്കാണ് അത് ആ ഒരു ഗോസ്റ്റ് ആയിരുന്നു തലയിൽ ചാക്കെല്ലാം ഇട്ടിട്ട്. ഇത് കാണുന്നതും ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു ഗോസ്റ്റിന്റെ കഴുത്തിലേക്ക് ഇങ്ങനെ പിടിക്കുന്നതും അത് അനങ്ങാതെ തന്നെ നിൽക്കാണ്. ഹീറോയിൻ പെട്ടെന്ന് ആ തലയിലെ ചാക്ക് ഇങ്ങനെ വലിച്ചു വരുമ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഹീറോയിൻ തന്നെ ആയിരുന്നു. അങ്ങനെ അതും കൂടി കണ്ട് പേടിച്ച് ഹീറോയിൻ താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോഴത്തേക്കും അവളുടെ കഴുത്തിൽ ആ ഒരു മാല നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് ശ്വാസം മുട്ടി മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അവൾ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നത്തിൽ അവൾ സ്വയം കഴുത്തിൽ പിടിച്ച് ഇങ്ങനെ ഞെരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കേറ്റിയാണ് ഇത് കണ്ട് ഓടി വന്ന് അവളെ തടഞ്ഞ് രക്ഷപ്പെടുത്തുന്നത്. എന്നിട്ട് കേറ്റി ചില കാര്യങ്ങൾ പറയും. എന്താണെന്ന് വെച്ചാല് അവള് ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചല്ലോ, അയാളെ പറ്റിയും അയാളുടെ അഡ്രസ് ഞാൻ കണ്ടുപിടിച്ചു, പക്ഷേ അവിടെ ഇപ്പൊ ആരും താമസമില്ല, അതുകൊണ്ട് ഇത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാം എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതേസമയം കേറ്റി പറയുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം താഴെ ആ ഒരു ബേസ്മെന്റിലുള്ള ആ ഗോസ്റ്റിനും കേൾക്കാൻ കഴിയുന്നുണ്ട്. കേറ്റി പറയുന്നതെല്ലാം അതിങ്ങനെ കേട്ട് നിൽക്കാണ്. കേറ്റി പറയുന്നത് വേറൊന്നുമല്ല, അവളുടെ അച്ഛന് സംഭവിച്ചതുപോലെ ഒരിക്കലും നിനക്ക് സംഭവിക്കരുത്, കാരണം ആ ഒരു ഗോസ്റ്റ് ഇപ്പോ നിന്റെ തലയ്ക്കുള്ളിൽ കയറി പല കാര്യങ്ങളും നിന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്, അതാണ് ഇവിടെ ഇപ്പോ സംഭവിച്ചത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ അതൊന്നും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ കേറ്റി എന്താ ചെയ്യുന്നത് വെച്ചാല് ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ്, ഇതിന്റെ ആദ്യത്തെ ഉടമ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവൾ ഒരാളെ കണ്ടുപിടിച്ചിരുന്നല്ലോ. അയാളുടെ ആ ഒരു അഡ്രസ്സിലേക്ക് ചെന്ന് അയാളുടെ വീട് കണ്ടുപിടിച്ച് വീടിന്റെ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ആ ഒരാളാണെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ട്. കാരണം അയാളുടെ വീടിന്റെ ചുമരിൽ കാണിക്കുമ്പോൾ അയാൾ കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ ചുമരിലെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നു. അങ്ങനെ ആ ഒരു പേപ്പറുകളെല്ലാം നമ്മുടെ കേറ്റി വലിച്ചു കീറി അവൾ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോ വീണ്ടും ആ ഒരു ബേസ്മെന്റിലേക്ക് വന്നിട്ട് ആ ഒരു ഗോസിന്റെ കയ്യില് ഹീറോയിന്റെ അച്ഛന്റെ ഒരു സാധനം എടുത്ത് കൊടുത്ത് അവളുടെ അച്ഛനോട് ഇപ്പോ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ ഒരു ഗോസ്റ്റ് ഹീറോയിന്റെ അച്ഛനെ തിരിച്ചുകൊണ്ട് വരുന്നതും അവളുടെ അച്ഛൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ഹീറോയിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഒരിക്കലും ഈ ഒരു സ്ഥലത്ത് വരാൻ പാടില്ലായിരുന്നു, നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അതിന് അച്ഛൻ എന്നോട് ഇതിനെപ്പറ്റി മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വരത്തില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് അതൊരിക്കലും ശരിയല്ല, നിങ്ങളെ കാണാനായിട്ട് ഞാൻ വന്നിരുന്നു, പക്ഷേ അസുഖങ്ങൾ പല രീതിയിലുള്ള അപകടങ്ങൾ ഇതെല്ലാം കാരണം എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മോളെ നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, ഇനി ഒരിക്കലും ഈ ഒരു ഗോസ്റ്റിനെ വെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നീ തയ്യാറാവരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അവള് പതിയെ പതിയെ നിന്റെ തലയ്ക്കുള്ളിലേക്ക് കയറും, നിന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളുടെ അച്ഛന്റെ ആ ഒരു സ്ഥാനത്ത് വീണ്ടും ഇപ്പൊ അവളുടെ അച്ഛൻ പതിയെ പതിയെ മാറി ആ ഒരു ഗോസ്റ്റ് ആയിട്ട് വരികയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ കേറ്റി ആണെങ്കിൽ കണ്ടുപിടിച്ച ആ ഒരു കാര്യങ്ങളെ പറ്റി ഹീറോയിനോട് പറയാനായിട്ട് അവളെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ താഴെ നിൽക്കില്ല, അതുകൊണ്ട് അവൾ ഫോൺ എടുക്കത്തില്ല, അതുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് ഇങ്ങനെ അയച്ചേക്കും. അങ്ങനെ ഹീറോയിൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവൾ ഒപ്പിട്ട ആ ഒരു പത്രം ഉണ്ടല്ലോ അതും മറ്റു രേഖകളെല്ലാം എടുത്തോണ്ട് വന്ന് ബാത്ത് ടബിലിട്ട് ഇങ്ങനെ കത്തിക്കുകയാണ്. പക്ഷെ അങ്ങനെ കത്തിക്കുമ്പോഴത്തേക്കും ഒരു ട്വിസ്റ്റ്, അതൊരിക്കലും കത്തുന്നില്ല. ഹീറോയിൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയുന്നില്ല, ആകെ പെട്ടൊരവസ്ഥയായി പോയി. അതേസമയം കേറ്റിയെ കാണിക്കുമ്പോഴത്തേക്കും കേറ്റി ഇപ്പൊ തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നിട്ട് ഹീറോയിന്റെ റൂം മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ കാണുന്നില്ല. അങ്ങനെ കേറ്റി അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു പക്ഷെ അവള് ബേസ്മെന്റിലേക്ക് പോയി കാണോ എന്നറിയാൻ കഴിയാതെ ഒരു റാന്തലും എടുത്ത് നേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലും. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മുടെ ഹീറോയിൻ വീണ്ടും ഈ ഒരു കാര്യം ചെയ്തെന്ന് മനസ്സിലാക്കി അവള് പേടിക്കുമ്പോഴത്തേക്കും അവളുടെ പുറകെ തന്നെ ഉണ്ട് ആ ഒരു ഗോസ്റ്റ്. അതുമല്ല ഈ ഗോസ്റ്റിനെ കണ്ട് പേടിച്ച് കേറ്റി കുറച്ച് പുറകിലേക്ക് മാറുന്നതും ഈ ബാഗിൽ നിന്ന് താഴെ വീണ പേപ്പർ ഉണ്ടല്ലോ അത് ഈ ഒരു ഗോസ്റ്റ് എടുത്തൊക്കെ തിന്നുമ്പോഴത്തേക്ക് ആ ഒരു ബാഗിലുള്ളത് ഹീറോയിന്റെ അച്ഛന് മുന്നേ ഈ ഒരു വീട്ടിലെ ഉടമസ്ഥനായിട്ട് നിന്നിട്ടുള്ള ഒരാളെ കേറ്റി കണ്ടുപിടിച്ചുള്ള ഒരാളെ അയാളുടെ ഫോട്ടോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗോസ്റ്റ് ഇപ്പോ അയാളായിട്ട് മാറാണ്. എന്നിട്ടാണ് കേറ്റിയോട് ചോദിക്കുന്നത്, ഹേ ലേഡി, നീ എന്തിനാ ഇപ്പൊ ഇതിനകത്തേക്ക് കയറി വന്നേ, നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും കേറ്റി ചോദിക്കും, അല്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്ന് വിചാരിച്ചു, കാരണം എനിക്ക് ഇതിന്റെ ചരിത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണമായിരുന്നു,
അതിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നതും അപ്പോഴാണ് ഇതിനെല്ലാം തുടക്കമായിട്ടുള്ള ആ ഒരു സ്റ്റോറി അയാൾ ഇങ്ങനെ പറയുന്നത്. 400 വർഷങ്ങൾക്ക് മുന്നേ 2 സഹോദരങ്ങളെ ഒരു സ്ത്രീയെ കണ്ടെത്തി മരിച്ചവരെ മന്ത്രവാദം ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ത്രീ. അങ്ങനെ ഈ 2 സഹോദരങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ആ ഒരു സ്ത്രീയെ പിടിച്ചു കെട്ടി അവളുടെ അധികാരം ദുരുപയോഗം ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ ആ ഒരു സ്ത്രീ അത് നിരസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ 2 സഹോദരങ്ങള് ആ ഒരു സ്ത്രീയെ ഒരു മന്ത്രവാദിനിയായിട്ട് മുദ്രകുത്തി അവരെ ചുട്ടുകൊല്ലുകയാണ് ചെയ്തത്. പക്ഷെ മരണത്തിന് ശേഷം ആ ഒരു സ്ത്രീയുടെ ആത്മാവിനെ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക എന്ന അവളുടെ പ്രതികാരം ഒരവസാനമില്ലാത്തതായിട്ട് തീർന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടങ്ങളിലെ കന്നുകാലികൾക്കും മൃഗങ്ങൾക്കും രോഗങ്ങൾ പടർന്നു, കൃഷി നശിക്കാൻ തുടങ്ങി, പ്ലേഗ് ബാധിച്ച് ഒരുപാട് മനുഷ്യർ ചത്തൊടുങ്ങാൻ തുടങ്ങി. ഇതെല്ലാം ഒരു മന്ത്രവാദിനിയുടെ പ്രതികാരം മൂലമായിരുന്നു. അങ്ങനെ ആ 2 സഹോദരങ്ങള് ആ ഒരു സ്ത്രീയെ തടയാനായിട്ട് ഒരു ഇരുണ്ട ആചാരം നടത്തി. ആ ആചാരത്തിലൂടെ അവളെ ഈ ഒരു തടവിലാക്കുകയും ഈ ഒരു ഭൂഗർഭ ശവകുടീരത്തില് അവളെ ബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും നൂറ്റാണ്ടുകൾ കടന്നുപോയി. അത് കഴിഞ്ഞ് ആ ഒരു സഹോദരന്മാരുടെ പിൻഗാമികള് ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ ഒരു ശവകുടീരം വീണ്ടും തുറന്ന് അവളുടെ അധികാരം ഒരിക്കൽ കൂടി ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇത്തവണ അവരവളെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവൾക്കാണെങ്കിൽ കൂടുതൽ ശക്തി കിട്ടാനും തുടങ്ങി. അവസാനം ആ ഒരു പിന്മുറക്കാരും രോഗത്തിലേക്കും മരണത്തിലേക്കും വീഴുകയായിരുന്നു. അങ്ങനെ അവസാനം അതിലൊരു രക്ഷാധികാരി മാത്രമായി. അവൾക്കും പുറം ലോകത്തിന് ഇടയിൽ നിൽക്കാൻ വേണ്ടി മാത്രം. അത് കൈമാറിയാണ് ഇപ്പൊ അവസാനം നിന്റെ സുഹൃത്തിലേക്കും ആ ഒരു അധികാരം വന്നു ചേർന്നിട്ടുള്ളത്. കാരണം ആ ഒരു പേപ്പറിൽ ആരാണോ ഒപ്പിടുന്നത് അവർക്കായിരിക്കും ആ ഒരു ശാപം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അവളെ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിലേ അവളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള കാര്യം നമ്മുടെ കേറ്റിയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അപ്പൊ കേറ്റി പറയും, അപ്പൊ ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നതും അയാൾ ചോദിക്കും, അപ്പോ നീയല്ലേ ഇതിന്റെ ഉടമ എന്നിങ്ങനെ ചോദിക്കുന്നത് കേറ്റി പറയും, അല്ല അതിന്റെ സുഹൃത്താണെന്ന് പറയുന്നതും അങ്ങനെയാണെങ്കിൽ നിനക്കിനി വേദന മാത്രമേ വരാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുന്നതും അവള് പേടിച്ച് ഈ ഒരു ബേസ്മെന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വരുന്നതിന് മുന്നേ തന്നെ അവളെ വലിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ കണ്ണൂർന്ന് നോക്കുമ്പോഴത്തേക്കാണ് കേറ്റി അയച്ച ആ ഒരു വോയിസ് മെസ്സേജ് അവളിങ്ങനെ കേൾക്കുന്നത്. അത് കേട്ടിട്ട് കേറ്റി എന്തായാലും ഈ വീട്ടിലേക്ക് വന്നു കാണുമെന്ന് മനസ്സിലാക്കി ഹീറോയിൻ അവളെല്ലാം അന്വേഷിക്കുമ്പോഴത്തേക്കും കേറ്റി വന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവളെ എവിടെ കാണുന്നില്ല. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി ഇങ്ങനെ ചെല്ലും. എന്നിട്ട് അവിടെയെല്ലാം നോക്കുമ്പോഴത്തേക്കാണ് ആ ചുമരിനുള്ളിലേക്ക് പോകാനായിട്ട് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഹീറോയിൻ ആ ഒരു ചുമരിന്റെ അടുത്തേക്ക് ചെല്ലുന്നതും ഈ ഒരു ചുമരിന് ഇപ്പുറം നിൽക്കുന്നത് വരെ നമ്മുടെ ഹീറോയിനെ ആ ഒരു ഗോസ്റ്റിനെ ഉപദ്രവിക്കാൻ കഴിയത്തില്ല. പക്ഷെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഹീറോയിൻ അകത്തേക്ക് പോകുന്നതും ഇതൊരു ഗുഹ പോലെയാണ് കാണുന്നത്. കേറ്റി നിലവിളിക്കുന്ന ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ശബ്ദം കേൾക്കുന്ന അടുത്തേക്ക് ഓടി ചെല്ലുന്നതും കേറ്റി അവിടെ തന്നെ ഉണ്ട്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ കേറ്റിയോട് ചോദിക്കും, ഹേയ് നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോ ഇല്ലില്ല കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും തിരിച്ചിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് ഒരിടത്ത് എന്തോ വീഴുന്ന ഒരു ശബ്ദം. അവിടേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ട്വിസ്റ്റ്. എന്താണെന്ന് കാണിക്കുമ്പോ നമ്മുടെ കേറ്റി അവിടെ മരിച്ചു കിടക്കുന്നു. അപ്പൊ ഹീറോയിന്റെ അടുത്തുള്ളത് ആഹാ അതെന്തായാലും ആ ഒരു ഗോസ്റ്റ് ആണ്. കേറ്റിയുടെ രൂപം മാറി ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് അത് നമ്മുടെ ഹീറോയിനെ പിടിക്കാനായിട്ട് വരുന്നതും ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചോടും. വഴിയറിയത്തില്ല, നല്ല ഇരുട്ടുകൊണ്ട് എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഓടി ഓടി അവസാനം ആ ഒരു ചുമരിന്റെ വെളിയിലേക്ക് വരുന്നതും അവിടേക്ക് പെട്ടെന്ന് നമ്മുടെ നീല് വന്നിട്ട് ഹീറോയിനെ പിടിച്ച് നേരെ മുകളിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഈ ഒരു ഗോസ്റ്റിനും ഇവരെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. അങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയിനെ നല്ല രീതിയിൽ സമാധാനപ്പെടുത്തി അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവളെ വെച്ച് ഉറങ്ങി കിടത്തുന്നതും കുറെ നേരം ഉറങ്ങിയതിനു ശേഷം ഹീറോയിൻ കണ്ണൂർന്ന് നോക്കുമ്പോൾ നീൽ എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുപോലെ ഇപ്പൊ ബേസ്മെന്റിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഹീറോയിൻ പതിയെ ആ ബേസ്മെന്റിന്റെ അടുത്തേക്ക് ഒന്ന് ഒളിച്ചു നിന്ന് എന്താണെന്ന് കേൾക്കുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ നീല് നിൽക്കുന്നു. എന്നിട്ട് നീൽ ഇപ്പോ ആ ഒരു ഗോസ്റ്റോട് സംസാരിക്കാണ്. ഇപ്പൊ നീല് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നീ എനിക്കൊരു സഹായം ചെയ്യണം, എന്റെ ഭാര്യയോട് എനിക്ക് വീണ്ടും സംസാരിക്കണം. അങ്ങനെയാണെങ്കിലേ ഐറിസിനെ കൊന്ന് ഞാൻ ഈ ഒരു വീടിന്റെ ഉടമസ്ഥനാവാം. അത് കഴിഞ്ഞ് അവര് ചെയ്യുന്നത് പോലെ നിന്നെ ഒരിക്കലും ഞാൻ ഒരു അടിമയായിട്ട് വെക്കില്ല, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇത് നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഗോസ്റ്റ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കാണ് അവൻ പെട്ടെന്ന് ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ഹീറോയിന്റെ സൈനിന്റെ അടുത്തായിട്ട് അവന്റെ സൈൻ ഇങ്ങനെ ചെയ്യും. ഇപ്പൊ ഈ ഒരു രേഖയിലുള്ളത് എന്റെ പേരാണ്, അതുകൊണ്ട് ഞാനാണ് നിന്റെ കാവൽക്കാരൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സൈൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഗോസ്റ്റ് നോക്കുമ്പോ നീലിട്ട ആ ഒരു സൈൻ ഉണ്ടല്ലോ അതിങ്ങനെ മാഞ്ഞു പോവാണ്. കാരണം ഒന്നുകിൽ ഹീറോയിൻ മരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചാലേ ഹീറോയിൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അവൻ ആ ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അവന്റെ സൈൻ മാഞ്ഞുപോയി. അപ്പൊ അവൻ പറയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു ഗോസ്റ്റ് അവന്റെ ഭാര്യയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാണ്, സാറയെ. അപ്പോഴേക്കാണ് സാറ പെട്ടെന്ന് നീലിനോട് പറയുന്നത്, ഇപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് അന്ന് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. കാരണം വീട്ടിൽ നിന്നും ആ ഒരു വൈൻ കുടിച്ചതിന് ശേഷമാണ് ഞാൻ കാർ എടുത്ത് വെളിയിലേക്ക് പോയത്. നീ എനിക്ക് എന്താണ് ആ ഒരു വീഞ്ഞിൽ കലക്കി തന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും ഒന്നൊന്നര ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇത്രയും നേരം വിചാരിച്ചിരുന്നത് അവന്റെ ഭാര്യ മരിച്ചത് എങ്ങനെയാണെന്നും അതേപോലെ തന്നെ ആ ഭാര്യയുടെ കാമുകനെ കണ്ടുപിടിക്കാനായിട്ടാണ് നീല് ശ്രമിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ നീലൊരു നല്ലവനാണെന്നാണ് നമ്മൾ ഇത്രയും നേരം വിശ്വസിച്ചത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അവന് തന്റെ ഭാര്യയോട് സംശയം ഉള്ളത് കൊണ്ട് തന്നെ അവന്റെ ഭാര്യ വേറെ എവിടെയും പോകാതിരിക്കാൻ വേണ്ടി അവൾ കുടിച്ചിരുന്ന വൈനില് അവൻ എന്തോ മയക്കുമരുന്ന് കലക്കി കൊടുത്തിരുന്നു. അങ്ങനെ ഇത് കുടിച്ചിട്ടാണ് അവൾ അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കാർ എടുത്ത് പോയതും ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച് അവൾ മരിച്ചതും. അപ്പോൾ അവൾ
മരിക്കാനുള്ള പ്രധാന കാരണക്കാരൻ അത് നീലാണ്. അങ്ങനെ ഈ ഒരു കാര്യം ഇപ്പൊ വീണ്ടും തിരിച്ചു വന്ന അവന്റെ ഭാര്യ സാറ ഇങ്ങനെ പറയുന്നത് ഇതെല്ലാം നമ്മുടെ ഹീറോയിനും മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ നീല് അവളോട് സോറി എല്ലാം പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തതാണ് എന്നെല്ലാം പറഞ്ഞ് അവന്റെ ഭാര്യയോട് പറയും ശരി നമുക്ക് ഇനിയെങ്കിലും ഒരുമിച്ച് ജീവിക്കാം നല്ലതുപോലെ, ഇത് മറ്റാരും അറിയത്തില്ല എന്നെല്ലാം പറയുന്നതും പെട്ടെന്ന് ആ ഒരു ഗോസ്റ്റ് പഴയ രൂപത്തിലേക്ക് മാറിയിട്ട് ഇതെല്ലാം അവളെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ പറയുന്നതും ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയി കേൾക്കുന്ന കാര്യം ഈ ഒരു ഗോസ്റ്റ് നീലിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുന്നത് നീൽ എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ ഹീറോയിനെ പിടിക്കാനായിട്ട് വരുവാണ്. ഹീറോയിനാണെങ്കിൽ പേടിച്ചിട്ട് ഒരു ഒറ്റ ഓട്ടം. അങ്ങനെ അവൻ ഓടി വന്ന് നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് അവളെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും അതൊരിക്കലും സാറയല്ല, അതൊരു ഗോസ്റ്റ് ആണ്, നീ ഒരിക്കലും അവള് പറയുന്നത് വിശ്വസിക്കരുതെന്ന് പറയുമ്പോൾ അവൻ കേൾക്കത്തില്ല. അവൻ പറയും എനിക്ക് അതൊന്നും അറിയണ്ട, നീ ഈ ഒരു ഉടമസ്ഥാവകാശം എനിക്ക് എഴുതി തരണം എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ അതിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഹീറോയിൻ അവനെ തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും ഈ റൂമിനകത്തേക്ക് കയറി ചെന്ന് ഡോർ അങ്ങനെ അടയ്ക്കും. അവനാണെങ്കിലും പുറകെ വന്ന് ഡോർ ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഹീറോയിനെ കാണാനില്ല. എന്താണെന്ന് കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോ ഈ ഒരു ജനാല വഴി വീടിന്റെ മുകളിലേക്ക് കയറിയിട്ട് അതുവഴി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവൻ അത് കാണുന്നതും പുറകെ വന്ന് ഹീറോയിനെ പിടിച്ച് അവളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേപ്പറിൽ ഹീറോയിന്റെ പേര് അതിൽ നിന്ന് നീക്കം ചെയ്തിട്ട് അവന്റെ പേര് അതിലേക്ക് സൈൻ ചെയ്യണം, എന്നാലേ അവൻ ആ ഒരു പ്രേതത്തെ കൺട്രോളിൽ എടുക്കാൻ കഴിയൂ. അങ്ങനെ നമ്മുടെ ഹീറോയിനെ അവൻ കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതും അവൾ തള്ളിക്കളഞ്ഞ് ഓടിപ്പോകുന്ന സമയത്താണ് പെട്ടെന്ന് കാല് വഴുതി താഴേക്ക് വീഴായിട്ട് നിൽക്കുന്നതും അവൻ പെട്ടെന്ന് അവളെ കയറി പിടിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ട് നീൽ ഒരിക്കലും താഴേക്ക് വിടരുത്, ഞാൻ പറയുന്നത് കേൾക്ക്, ആ ഒരു ഗോസ്റ്റ് നിന്നെ കളിപ്പിക്കുകയാണെന്നെല്ലാം പറയുന്നതും അവൻ അത് കേൾക്കത്തില്ല. അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് സോറി നീൽ, എനിക്ക് വേറെ വഴിയില്ല, നീ മരിച്ചു കഴിഞ്ഞാല് നിന്റെ ആ ഒരു ഉടമസ്ഥാവകാശം അത് എനിക്ക് കിട്ടും എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ താഴേക്ക് അങ്ങ് വിട്ടുകൊടുക്കുന്നു. താഴെ വന്ന് വീഴുന്നതും ഹീറോയിൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യാണ്. എന്നിട്ട് നീൽ എന്താ ചെയ്യുന്ന വെച്ചാല് ഹീറോയിന്റെ ഫോൺ കൊടുത്തിട്ട് നേരെ അകത്തേക്ക് കയറി വന്ന ആ ഒരു ഗോസ്റ്റിന്റെ മുന്നിലേക്ക് ഫോൺ വെച്ചിട്ട് പറയും നീ പറഞ്ഞതുപോലെ ഞാൻ അവളെ കൊന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ദേ ഇത് അവളുടെ സാധനമാണ് എന്നും പറഞ്ഞ് ആ ഒരു ഫോൺ എടുത്ത് ഈ ഗോസ്റ്റിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വെക്കുന്നതും ആ ഗോസ്റ്റ് ആ ഒരു ഫോൺ എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഹീറോയിനായിട്ട് ഇങ്ങനെ മാറാണ്. എന്നിട്ട് നീൽ അവളോട് പറയും സോറി, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല, എനിക്ക് ഭ്രാന്താണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷെ ഒരിക്കലും എനിക്ക് ഭ്രാന്തില്ല, കാരണം ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും നീ അത് ഉപയോഗിക്കുന്നില്ല, പക്ഷെ എന്നെ കൊണ്ട് അത് കഴിയും, ശരി നിന്റെ പേര് അതിൽ നിന്ന് മായിച്ചോ, ഞാൻ അതിലേക്ക് ഒപ്പിടാം എന്ന് പറഞ്ഞ ആ ഒരു പേപ്പർ എടുത്ത് അവളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് നീല് പോലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ്. ഇപ്പൊ ആ ഒരു ഗോസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് എന്റെ ഗാർഡിയൻ എന്തായാലും മരിച്ചു, അതേപോലെ തന്നെ നീ അവളെ തിരികെ കൊണ്ടുവരികയും ചെയ്തു, നിനക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അല്ലേ എന്നും പറഞ്ഞ് ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് എന്റെ പേര് ആ രേഖയിൽ എന്റെ പേര് ഇപ്പോഴും ഉണ്ട്, അതേപോലെ തന്നെ അവളിപ്പോ ഞാനാണ് എന്നിങ്ങനെ പറയുന്നതും ഇവിടെ എന്താണ് സംഭവിച്ചെന്നല്ലേ, ഒന്ന് നമ്മുടെ ഹീറോയിൻ മരിച്ചു, പക്ഷേ അവളുടെ പേരൊരിക്കലും ആ ഒരു രേഖയിൽ നിന്നും മാറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ മരിച്ച ഹീറോയിന്റെ ആ ഒരു ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു ഗോസ്റ്റിന് കൊടുത്തത് കൊണ്ട് ആ ഒരു ഗോസ്റ്റ് ഇപ്പോ ഹീറോയിന്റെ രൂപം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നല്ലേ, ആ ഒരു ഗോസ്റ്റ് ഇപ്പോ പൂർണ്ണമായിട്ട് സ്വതന്ത്രനായിരിക്കുകയാണ്. അതുകൊണ്ട് ഹീറോയിന്റെ രൂപം ധരിച്ച് ഇനി അതിന് ജീവിക്കാൻ കഴിയും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നീലിനെ കൊണ്ട് ആ ഒരു ഗോസ്റ്റ് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ്. അതിന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഒരു കാര്യം നീല അറിയുന്നതുമില്ല. അങ്ങനെ നീല നിൽക്കുന്നതും അവന്റെ മുകളിലേക്ക് ചാടി വീണ് നീലിനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ബിൽഡിംഗ് പൂർണ്ണമായിട്ടും കത്തിച്ച് ആ ഒരു ഗോസ്റ്റ് ഹീറോയിന്റെ രൂപം ധരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവി, എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. പിന്നെ ഈ ഒരു സൗണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ കേൾക്കാൻ പറ്റി എന്ന് എനിക്ക് അറിയത്തില്ല, എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവി ആയിട്ട് വരുന്നത് വരെയും ബൈ.